ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്, ചെറുതായിട്ടൊക്കെ മഴയൊക്കെ പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ കൊതുക് ശല്യമുണ്ട്. അപ്പോൾ ആ കൊതുക് ശല്യം ഇല്ലാതാക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് നല്ല ടിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മിക്ക വീടുകളിലും തന്നെ അല്ലെങ്കിൽ പാടത്തും പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു ചെടിയാണ് സീമക്കൊന്ന. അപ്പോൾ സീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ, അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടി കഴിഞ്ഞാൽ ഒരു പ്രത്യേകം സ്മെല്ലാണ്, അധികം ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു തരം ഒരു സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ അത് കുറച്ചൊരു പിടി അളവിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചകിരീനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് ഒന്ന് തീക്കനലാക്കിയിട്ടുണ്ട്. തീക്കനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ചകിരി എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കർപ്പൂരം ഉണ്ടല്ലോ അത് കത്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് കത്തിക്കോളും. അതിനുശേഷം അതൊന്ന് നീറി നിൽക്കുന്ന ആ ടൈമിൽ നമ്മൾ ഇതുപോലെ സീമക്കൊന്നയുടെ ഇല നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു രീതിയിൽ നല്ല പുകഞ്ഞില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ പുകഞ്ഞ് വരും. ഈ ഒരു ടൈമിൽ നമ്മൾ ഇത് വീട്ടിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വീട്ടിൻ്റെ പുറത്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇലയുടെ ആ ഒരു സ്മെല്ല് കാരണം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്നുള്ള കൊതുകുകളെല്ലാം തന്നെ കൊതുകുകളെ നമുക്ക് തുരത്തി ഓട്ടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമുക്ക് വീട്ടിനകത്ത് കയറുന്നതിന് ഈ കൊതുകുകൾ സന്ധ്യാസമയം ആകുമ്പോഴും ആണ് കൂടുതലായിട്ട് വീട്ടിനകത്ത് കൊതുക് കയറുക. ആ ടൈമിൽ നമ്മൾ വീട്ടിനകത്തല്ലാതെ പുറത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ പരിസരം മുഴുവൻ ഈ ഒരു പുക കാട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ പരിസരത്തുള്ള കൊതുകുകൾ മുഴുവനായി തന്നെ പോകും. ചെടികളിലൊക്കെ കൊതുക് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. രാത്രിയാവുന്ന സമയത്ത് സന്ധ്യ ആകുമ്പോൾ അത് നമുക്ക് ഈ വെളിച്ചത്തിൻ്റെ ആ ഒരു ഇത് കാരണം വീട്ടിനകത്തൊക്കെ കൊതുക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിനകത്ത് പോക്കാൻ പറ്റിയത് ഇതുപോലെ ഇപ്പോൾ പപ്പായയുടെ ഇല, ഇപ്പോൾ വലിയ പപ്പായയുടെ ഇലയാണെങ്കിൽ ഒരു ഇലയുടെ വളരെ കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് ചെറിയ ചെടിയിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തതാണ്. അത് നമ്മൾ തളിര് ഭാഗമാണ് കൂടുതലായിട്ട് എടുക്കുന്നത് നല്ലത്. അപ്പോൾ അതൊന്ന് ഒന്ന് രണ്ട് ചെറിയ തളിര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ തന്നെ തോലോട് കൂടി തന്നെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ഇടികല്ല് യൂസ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ ഒന്ന് ഇതുപോലെ കുത്തി ചതച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള മാറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കുട്ടികൾക്കൊന്നും നല്ലതല്ല. അത് ശ്വസിക്കുമ്പോൾ നമുക്ക് അലർജി ഉള്ളവർക്കൊക്കെ അത് കൂടാനൊക്കെ പ്രശ്നമാവും കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ വീട്ടിലുള്ള ഈ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊതുകിനെ തുരത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം നമ്മളിത് ഇതിനൊന്ന് ചതച്ചെടുത്തതിന് നമ്മളിതുപോലെ മൺചിരാഗ് ഉണ്ടല്ലോ, മൺചിരാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു തിരി എടുത്തിട്ടുണ്ട്. അത് നനച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പപ്പായയുടെ ഇലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കൊതുകിനെ തുരത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെ സമയത്താണെന്നുണ്ടെങ്കിലും അതുപോലെ സന്ധ്യാസമയത്ത് കൊതുക് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് അകത്ത് കത്തിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കത്തിച്ച് വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളത് കത്തിച്ച് വെക്കുമ്പോൾ തന്നെ പുറത്തുള്ള കൊതുകുകളൊന്നും അകത്തേക്ക് വരാതെ അത് പൊക്കോളും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല നമ്മളൊന്ന് ഇതിപ്പോൾ ഞാനിവിടെ തുളസി ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തുളസിയും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തുളസിയും അതുപോലെ വേപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു കർപ്പൂരം ജസ്റ്റ് കത്തിച്ച് കെടുത്തിക്കൊഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുകഞ്ഞോളുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കൊതുക് ശല്യം തുരത്താനായിട്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് ഏറ്റവും നല്ലൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കോഫി പൗഡർ ജസ്റ്റ് നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ തന്നെ ഇതിൻ്റെ മണം ഉണ്ടെങ്കിൽ കൊതുക് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കർപ്പൂരം ഇതുപോലെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കർപ്പൂരം ഈ കോഫി പൗഡറും എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കരിഞ്ഞ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇത് കിട്ട് ഒരു പുക വരുമല്ലോ. ആ കോഫി പൗഡറിൻ്റെ പുക വന്നാൽ തന്നെ കൊതുക് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു കോഫി പൗഡറിൻ്റെ മണം നമുക്ക് വീട്ടിനകത്തൊക്കെ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും അതുപോലെ കൊതുകിനെ നമുക്ക് തുരത്താനും നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള കുറേ നല്ല റെമഡീസൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് അലർജി ഉള്ളവർക്കും എല്ലാം തന്നെ പ്രശ്നമാവാനൊക്കെ സാധ്യതയുണ്ട്. കൊച്ചു കുട്ടികളുള്ളവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് കൊതുകിനെ തുരത്തണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ. ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ 2 ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം വെച്ച് കൊടുത്താലും മതിയാവും. നമ്മൾ അതിലേക്ക് ടൈഗർ ബാമാണ് തേച്ച് കൊടുക്കുന്നത്. വിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വിക്സ് ഇല്ലാത്തതുകൊണ്ട് ടൈഗർ ബാം അപ്ലൈ ചെയ്താണ്. ടൈഗർ ബാം ആണെങ്കിലും കുഴപ്പമില്ല. നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകവും ഉണ്ടല്ലോ, പെരിഞ്ജീരകവും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പെരിഞ്ജീരകവും നമ്മളിങ്ങനെ കരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു മണമായിരിക്കും പെരിഞ്ജീരകത്തിന്. അപ്പോൾ അതും നമുക്ക് കൊതുകിനെ തുരത്താനൊക്കെ വളരെ നല്ലതാണ് പെരിഞ്ജീരകവും. അതുപോലെ ഒരു പട്ടനെ നമ്മൾ ചെറിയ പീസാക്കി അവിടെ നമ്മൾ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമ്മളിതിനെ ചുരുട്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലോ എന്തിലെങ്കിലും വെച്ചിട്ട് നമ്മൾ കത്തിച്ചിട്ട് ടിഷ്യൂ പേപ്പറല്ലേ ജസ്റ്റ് ഒന്ന് കത്തി ഒന്ന് കെടുത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുകഞ്ഞോളൂ കേട്ടോ. നീറി ഈ ഒരു ഗ്രാമ്പൂവും പട്ടയുടെയും അതുപോലെ വിക്സിൻ്റെയും ഈ എല്ലാ മണവും കൂടി ഒരു പ്രത്യേക മണമായിരിക്കും. അപ്പോൾ നമുക്കത് ശ്വസിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതായത് ഈ പട്ടയും ഗ്രാമ്പൂൻ്റെയൊക്കെ ആ ഒരു മണം നമ്മൾ ശ്വസിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. നമുക്ക് കൊതുകിനെ തുരത്താനാണെങ്കിലും നമുക്കിത് വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മളതിനെ നീളത്തിൽ ചുരുട്ടിയിട്ട് ഒന്ന് മടക്കി. കാരണം ഒരുപാട് വലുതാക്കിയിട്ട് നമുക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അതിനകത്തുള്ള സാധനം ഒന്നും പോവാതെ വേണം നമ്മൾ ഇങ്ങനെ ചുരുട്ടി ഒന്ന് വെച്ചിട്ട് വീഡിയോയിൽ കാണിച്ച പോലെ വെച്ച് നമ്മളിതൊന്ന് കത്തിച്ചു കൊടുക്കുക. കുറച്ച് സമയം കത്തി കഴിയുമ്പോഴേക്കും തന്നെ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി കെട്ട് പിന്നെ നീറാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന പുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കൊതുകിനെ ഫുള്ളായി തന്നെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. നമ്മളിത് പകൽ സമയത്ത് നമുക്കിത് കത്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ വീട്ടിനകത്ത് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ കൊതുക് ചിലപ്പോൾ ഈ തുണികളൊക്കെ നമ്മൾ ഹാങ്ങറിൽ തൂക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പോയി കൊതുക് നിൽക്കാറുണ്ട്. അതുപോലെ കട്ടിലിൻ്റെ അടിയിൽ ഒക്കെ കൊതുക് പോയി നിൽക്കും. കർട്ടനിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. രാത്രി ആകുമ്പോൾ പിന്നെ അതിങ്ങനെ പറക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ രാവിലെ ഇതിനൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജനലുകളൊക്കെ തുറന്ന് വെച്ചിട്ട് നമ്മളിതുപോലെയൊക്കെ പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊതുകുകൾ മുഴുവനായിട്ട് പോകാനായിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മൾ രാത്രി സമയത്ത് നമുക്ക് വീട്ടിനകത്ത് പോയിക്കേണ്ട ആവശ്യമില്ല. വെളിയിൽ നമ്മൾ പോയിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പോയിക്കുന്ന സമയത്ത് ജനലും വാതിലും ഒക്കെ തുറന്നാലും നമ്മുടെ വീട്ടിനകത്ത് കൊതുക് വരില്ല. അപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടംപോലെ മഴക്കാലമായി കഴിഞ്ഞാൽ കൊതുക് ശല്യം ഉണ്ടാവും. അപ്പോൾ അതിനെ തുരത്താനായിട്ടുള്ള നല്ലൊരു ടിപ്പ് കൂടിയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു പച്ചമാങ്ങയും അതുപോലെ തന്നെ 3 പഴുത്ത മാങ്ങയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തോലെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നന്നായി ഒന്ന് അരക്കണം കേട്ടോ. കട്ടയൊന്നും കൂടാതെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചു. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളം കുറച്ച് 1/4 ഗ്ലാസ്സിലും താഴെയായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒരു സ്പാച്ചുല വെച്ച് നമ്മളിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ടിയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നെല്ലാം ഒരുപാട് പൈസ കൊടുത്തൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു മാങ്ങയുടെ സീസൺ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ശരിക്കും നമ്മൾ ഒരു പുറത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഫ്രൂട്ടിയുടെ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പഴുത്തത് മാത്രം ചേർക്കാതെ അതിൻ്റെ പച്ചയും കൂടെ ചേർത്ത് വേണം നമ്മളിതുപോലെ ആക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു. അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇടവിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ മധുരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പോരാ എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് പോരാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ നമ്മളിതിലേക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തത് കൊണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് തന്നെ ഞാനിത് അതിലുള്ള സീഡെല്ലാം മാറ്റിയിട്ട് അത് നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം നമ്മൾ അരിപ്പയിൽ വെച്ച് തന്നെ അരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെറും അതിൻ്റെ ലെമണിൻ്റെ ജ്യൂസ് മാത്രമേ നമുക്ക് വേണ്ടൂ. അതും കൂടി ചേർത്തിട്ട് നമ്മളത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് തിളച്ച് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളിതിനെ അരിക്കണം കേട്ടോ. എന്താ വെച്ചാൽ മാങ്ങയിൽ ചെറിയ നാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മളിതിൽ പെടാതെ, നമ്മൾ നല്ലോണം അരച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില മാങ്ങകൾക്കൊക്കെ നാരൊക്കെ ഉണ്ടാവും. അതൊന്നും ഇതിൽ പെടാതെ നല്ല സ്മൂത്തായിട്ടുള്ള നമ്മുടെ ഫ്രൂട്ടിയൊക്കെ കുടിക്കുമ്പോൾ അതിലൊരു അല്പം പോലും നാരോ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആക്കിയെടുക്കണമെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ.
ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കുന്നത് നമ്മൾ എന്നിട്ടൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമായിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കുടിക്കുക. ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു കണ്ടില്ലേ, നമ്മൾ ഫ്രൂട്ടിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്രൂട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സീസണാണ്. അത്യാവശ്യം എല്ലാവർക്കും കഴിച്ച് മടുത്തിരിക്കുന്ന സമയമാണ്. ആ ടൈമിൽ നമ്മൾ മാങ്ങനെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഓരോന്നൊക്കെ നമ്മൾ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈ മാങ്ങ സീസൺ കഴിഞ്ഞാലും നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബും കൂടിയിട്ടിട്ട് ഞാൻ ഇവിടെ സെർവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. അപ്പോൾ ഇനി കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാങ്ങയൊക്കെ കിട്ടുന്ന സീസണല്ലേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.